ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചൗമഹല്ല പാലസിലാണ്. 4 കൊട്ടാരങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലൊരു കൊട്ടാരമാണിത്. ഇത് രാജാവിൻ്റെ ദർബാർ ഹാളാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സിംഹാസനം കാണാം. മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് ഇത് അലങ്കരിച്ചിരിക്കുന്ന വലിയൊരു ഹാളാണ്. ഈ ദർബാർ ഹാൾ എത്ര മനോഹരമായിട്ടാണ് കൊത്തുപണികൾ കൊണ്ടും ക്ലസ്റ്റർ ലൈറ്റുകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ച് ഹൃദ്യമാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. ചരിത്രപ്രസിദ്ധമായ അസബ്ജാഹി രാജവംശത്തിൻ്റെ ആസ്ഥാന മന്ദിരമാണ് നാം വിസ്മയപൂർവ്വം കണ്ട് ആസ്വദിക്കുന്നത്. ചൗമഹല്ലത്ത് എന്നാൽ 4 കൊട്ടാരങ്ങൾ എന്നാണ് അർത്ഥം. ഹൈദരാബാദ് നസാമുമാരുടെ ഔദ്യോഗിക വസതി ആയിരുന്നു ഇത്. ഇവിടെ 4 കൊട്ടാരങ്ങൾ നമുക്ക് കാണാം. ഈ രാജവംശമാണ് ചാർമിനാർ നിർമ്മിച്ചിട്ടുള്ളത്. 4 ഖലീഫമാരെ പ്രതിനിധീകരിക്കുന്ന 4 മിനാരങ്ങൾ ഉള്ള ചാർമിനാറും ഇവിടെയുള്ള 4 കൊട്ടാരങ്ങളും തമ്മിൽ ബന്ധം ഉണ്ടായിരിക്കാം. നിസാം സലബത്ത് ജംഗ് ആണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1750 നിർമ്മാണം ആരംഭിച്ചു. 1869 അസബ്ജ 5-ാമൻ്റെ കാലത്താണ് ഇത് പൂർത്തിയാകുന്നത്. നിസാമുമാരുടെ സ്ഥാനാരോഹണവും ഗവർണർ ജനറലിനുള്ള സ്വീകരണവും ഉൾപ്പെടെയുള്ള എല്ലാ ആചാരപരമായ ചടങ്ങുകളും ഈ കൊട്ടാരത്തിൽ ആണ് നടന്നിട്ടുള്ളത്. സ്വാഭാവികമായും നാം ഈ കാണുന്ന ഈ ദർബാർ ഹാളിലായിരിക്കും അത്തരം ചടങ്ങുകളെല്ലാം നടന്നിട്ടുണ്ടാവുക. ഈ ദർബാർ ഹാളിൽ തഖ് ഇ നിഷാൻ എന്നറിയപ്പെടുന്ന രാജകീയ ഇരിപ്പിടം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗാലറിയിൽ ഈ രാജവംശത്തിൻ്റെ പ്രധാന ചരിത്ര സന്ദർഭങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്ര ഗാലറി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജകീയ വേഷവിധാനങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. രാജവംശം ഉപയോഗിച്ചിരുന്ന രാജകീയ വസ്ത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ വലിയ ഒരു ശേഖരമാണ് നാം ഈ ഗാലറിയിൽ കാണുന്നത്. വളരെ ആകർഷകമായ രീതിയിൽ ചിത്ര പാറ്റേണുകൾ രൂപത്തിൽ അവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വാളുകൾ, പരിചകൾ, ഖടാരകൾ തുടങ്ങിയ വിവിധ ഇനം ആയുധങ്ങളെ ഇനം തിരിച്ചാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കൊട്ടാരത്തിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. അന്നത്തെ ഭരണാധിപന്മാർ ഉപയോഗിച്ചിരുന്ന രാജകീയ ഫർണിച്ചറുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജവംശങ്ങളിൽ ഒന്നായിരുന്ന നിസാം ഭരണാധിപന്മാർ ഈ ഫർണിച്ചറുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കണ്ണാടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ CCTVയുടെ ഗുണം വരുന്ന രീതിയിലാണ് ഈ കണ്ണാടികൾ. ഭടന് ദൂരെ നിന്ന് വരുന്ന ആളുകളെ നിരീക്ഷിക്കുവാൻ ഇത് സഹായകമാകും. നിയോ ക്ലാസിക്കൽ ശൈലിയിലാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം. 6-ാമത്തെ നിസാം മിർ മഹബൂബ് അലി ഖാൻ ഇവിടെ താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് റോഷൻ ബീഗത്തിൻ്റെ പേരാണ് ഈ കെട്ടിടത്തിന് നൽകിയിരിക്കുന്നത്. അഫ്സൽ മഹൽ, മഹ്താബ് മഹൽ, തന്യത്ത് മഹൽ, അഫ്താബ് മഹൽ എന്നിങ്ങനെ 4 കൊട്ടാരങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നു.
മഹൽ എന്നാൽ കൊട്ടാരം എന്നാണ് അർത്ഥമാക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ ഗാലറിയിൽ നിന്നുകൊണ്ട് ദർബാർ ഹാൾ വീക്ഷിക്കുമ്പോൾ ഉള്ള മനോഹരമായ കാഴ്ചയാണ് ഇത്. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ദർബാർ ഹാളാണ് ഇത്. ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ ഗാലറിയാണ് ഇത്. വിപുലമായ ശേഖരമാണ് ഈ ഗാലറിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന റൈഫിളുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നിസാം രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന റോൾസ് റോയ്സ് പോലുള്ള വിൻറ്റേജ് കാറുകളുടെ ശേഖരവും ഈ കൊട്ടാരത്തിലുണ്ട്. 2005 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോഴും രാജ കുടുംബത്തിൻ്റേതാണ്. കൊട്ടാരത്തിലെ റാണിമാരുടെ അന്തഃപുരമാണിത്. രാജ്ഞിയുടെയും പരിചാരകരുടെയും ഒക്കെ മാളിക ഇതാണ്. അവരുടെ ഡ്രസ്സും അവരുടെ ജീവിത രീതികളുമൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ആണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചൗമഹല്ല പാലസിലാണ്. എങ്ങനെയുണ്ട് പാലസ്? ഇപ്പോൾ നാം ഈ കാണുന്നതാണ് കൊട്ടാരങ്ങളിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള അഫ്സൽ മഹൽ. മനോഹരമായ പൂന്തോട്ടവും വാട്ടർ ഫൗണ്ടനും നീന്തൽക്കുളവും എല്ലാമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്.
രാജാക്കന്മാർക്ക് കണ്ട് ആസ്വദിക്കുന്നതിനുള്ള അടിമകളുടെ മല്ലയുദ്ധമാണ് ഈ ശില്പം. ഇതിൽ ഒരാൾ മരിച്ചു വീഴുന്നത് വരെയും യുദ്ധം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പ്രസിദ്ധമായ ക്ലോക്ക് ടവർ. വാച്ച് ടവർ എന്നും ഇതിന് പേരുണ്ട്. ഇതിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ക്ലോക്ക് ഇപ്പോൾ കാണുവാനില്ല. ഗ്ലോബൽ ട്രാവൽ ലീഡർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ചൗമഹല്ല പാലസിലാണ്. ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമിയിലാണ് നാം ഇപ്പോൾ കാലുകുത്തി നിൽക്കുന്നത്. ഹൈദരാബാദിൽ നമ്മളെ ലീഡ് ചെയ്യുന്നത് സജീവാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ് സജീവ്. സജീവിന് ഇതിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ കാണാപ്പാടാണ് അല്ലേ? കൊട്ടാരമുറ്റത്തെ ഉദ്യാനങ്ങൾ കൊട്ടാരത്തിന് കൂടുതൽ പ്രൗഢി നൽകുന്നതാണ്. ഈ ഉദ്യാനവും വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പരിപാലിക്കുന്നുണ്ട്. ഗ്ലോബൽ ട്രാവൽ ലീഡർ ഒരു ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. മനോഹരമായ ഹൈദരാബാദ് ടൂറിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.